നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞായും തായും ചേർന്ന് വരുമ്പോൾ കൂട്ടക്ഷരത്തിൽ എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ചിന്തിച്ചു. കാരണം പല മന്ത്രങ്ങളിലും ശാന്തി മന്ത്രങ്ങളിലും സഹസ്രനാമങ്ങളിലും ഈ അക്ഷരം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു രണ്ട് വിഷയം കൂടി. ആദ്യത്തേത്, വിസർഗത്തിന് ശേഷം ക വരുമ്പോൾ ക ഖ കൺസോണൻസ് വ്യഞ്ജനാക്ഷരം എവർക്കും അറിയാം. ക ഖ ഗ ഘ ങ. അതിൽ കായും ഘായും ആദ്യത്തെ രണ്ട് അക്ഷരമാണ്. വിസർഗത്തിന് ശേഷം മന്ത്രങ്ങളിൽ ക വരികയാണെങ്കിൽ ഖ വരികയാണെങ്കിൽ എങ്ങനെ ഉച്ചരിക്കണം എന്നുള്ളതാണ്. കാരണം ഈ ഒരു ചെറിയ തെറ്റ് തിരുത്തി കഴിഞ്ഞാൽ 1000 മന്ത്രങ്ങൾ തെറ്റില്ലാതെ നമുക്ക് ചൊല്ലുവാൻ സാധിക്കും. ഇത് ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഈ തെറ്റ് നമ്മളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, നമ്മളിൽ നിന്ന് പലരും പഠിക്കുന്നു, അത് അങ്ങനെ തന്നെ പറഞ്ഞു പോരുകയാണ്. അപ്പൊ അത് നിർത്തണമെങ്കിൽ നാം ഈ ഒരു ചെറിയ തെറ്റ് തിരുത്തുവാൻ ശ്രമിക്കണം. വിസർഗത്തിന് ശേഷം ക. ഉദാഹരണത്തിനായിട്ട് വിഷ്ണു സഹസ്രനാമം 32ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. കാമഹ കാമകൃത് കാന്തഹ. അവിടെ കാമകൃത് കാന്തഹ എന്ന് വിസർഗമുണ്ട്. അതിനുശേഷം വീണ്ടും കാമഹ കാമപ്രദഃ പ്രഭുഹു എന്നിങ്ങനെയുണ്ട്. ഇതെങ്ങനെ നമുക്ക് ഉച്ചരിക്കണം എന്നത് നോക്കാം. വളരെ എളുപ്പമാണ്. ഇതിൽ ആനക്കാര്യമൊന്നും അല്ല, അങ്ങനെ ചിന്തിക്കേണ്ടതില്ല. കാമഹ കാമകൃത് കാന്തഹ, വിസർഗത്തിന് ശേഷം വീണ്ടും ക വരികയാണ്. അപ്പോൾ നാം ഇഹ് ക ആയി മാറും. അവിടെ ഒരു ഹ എന്ന് പറയുന്ന ഒരു ശബ്ദം നാം ചേർത്ത് കൊണ്ട് വേണം ക ഉച്ചരിക്കേണ്ടത്. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. കാമഹ കാമകൃത് കാന്തഃ കാമഃ കാമപ്രദഃ പ്രഭുഹു എന്നിങ്ങനെ ഇത് മാറും. അപ്പോ കാമഹ, അതിനുശേഷം കാമപ്രദഃ. അപ്പൊ വിസർഗത്തിന് ശേഷം ക വരികയാണെങ്കിൽ അത് ഇഹ് ക എന്നായി മാറും. അപ്പൊ ഹ എന്നുള്ള ഒരു ഉച്ചാരണം ശബ്ദം ചേർത്ത് ഒന്നുകൂടി നമുക്ക് നോക്കാം. കാമഹ കാമകൃത് കാന്തഃ കാമഃ കാമപ്രദഃ പ്രഭുഹു എന്നായി ശരിയായ ഉച്ചാരണം. ഇവിടെ മറ്റൊരു കാര്യം ഏവരും ശ്രദ്ധിച്ചു കാണും. വിസർഗത്തിന് ശേഷം പ വരികയാണെങ്കിൽ എന്താണ്? കാമപ്രദഃ പ്രഭുഹു എന്നായി. അതങ്ങനെ കാമപ്രദ പ്രഭുഹു അങ്ങനെയല്ല, കാമപ്രദഃ പ്രഭുഹു. അത് ഇഫ് പ ആയി മാറും. ഇഫ് എന്നുള്ള ഒരു ശബ്ദം പാക്ക് മുൻപേ തന്നെ ഉച്ചരിക്കണം. അപ്പൊ കാമപ്രദഃ പ്രഭുഹു എന്നായി മാറും. ഒരു ഉദാഹരണം കൂടി നമുക്ക് നോക്കാം. പത്മനാഭോ അരവിന്ദാക്ഷഃ പത്മഗർഭഃ ശരീരഭൃത് എന്നുള്ള 38ാമത്തെ വരി നമുക്ക് നോക്കാം. പത്മനാഭോരവിന്ദാക്ഷഃ എന്നുള്ളത് അതിനുശേഷം വരുന്നത് പത്മഗർഭഃ എന്നുള്ളത്. അപ്പൊ അത് ചേർത്ത് വായിക്കുമ്പോൾ പത്മനാഭോരവിന്ദാക്ഷഃ പത്മഗർഭ അരവിന്ദാക്ഷഃ പത്മഗർഭ എന്നുള്ളതാവും. അപ്പൊ വിസർഗത്തിന് ശേഷം പ വരുന്നു. ഒരു ഉദാഹരണം കൂടി 35ാമത്തെ വരി നമുക്ക് നോക്കാം. അച്യുതഃ പ്രഥിതഃ പ്രാണഃ പ്രാണദോ വാസവാനുജഃ എന്നായി. അച്യുതഃ പ്രഥിതഃ പ്രാണഃ പ്രാണദോ വാസവാനുജഃ എന്നായി. അപ്പൊ ഈ ഒരു രണ്ട് തിരുത്ത്, ചെറിയ തിരുത്താണ്, ഏവരും ശ്രമിക്കുക. വിസർഗത്തിന് ശേഷം ക വരികയാണെങ്കിൽ ക എന്നുള്ളതാവും. വിസർഗത്തിന് ശേഷം പ വരികയാണെങ്കിൽ ഇഫ് പ എന്നുള്ളതായി മാറും. ഇത് തിരുത്തിയാൽ വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം ഇതിലുള്ള 99% നമുക്ക് തിരുത്തപ്പെടും. കുറച്ച് തിരുത്തുകൾ കൂടിയുണ്ട്. അത് ഇനി വരുന്ന ദിവസങ്ങളിൽ നോക്കാം. നമസ്കാരം.